നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ട കൊണ്ട് ഒരു ഉപ്പുമാവാണ്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി പൊറോട്ട ആദ്യമേ നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. ഈ പൊറോട്ട ഉപ്പുമാവിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: സബോള പൊടിയായി അരിഞ്ഞത് കുറച്ച്, പച്ചമുളക് പൊടിയായി അരിഞ്ഞത് കുറച്ച് 2 സ്പൂണ്, ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, കടലപ്പരിപ്പ് കുറച്ച്, ഉപ്പ് പാകത്തിന്, കടുക് കുറച്ച് ആവശ്യത്തിന്, 2 തണ്ട് കരിവേപ്പില. ഇത്രയും സാധനമാണ് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യം. പിന്നെ വേണ്ടുന്നവർക്ക് ചിക്കനോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് ഉണ്ടാക്കാം. മുട്ട പൊരിച്ചോ. അത് ഞങ്ങൾക്കിപ്പോൾ മുട്ട ഉപയോഗിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനുള്ള ഒരു ഇതുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങളിപ്പോൾ മുട്ട ഉപയോഗിക്കുന്നില്ല. മുട്ടയോ ഇളക്കുന്ന സാധനം കത്തിക്കാം. അടുപ്പ് കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ആവശ്യത്തിന് ഒഴിക്കാം. നമുക്ക് എത്ര വേണമെങ്കിലും വേണ്ടുന്നവർക്ക്. ആദ്യമേ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കൊരു ഉണക്കമുളകിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു സ്പൂൺ കടലപ്പരിപ്പ്, അത് ഇങ്ങനെ ചുമന്ന് വരുന്ന സമയത്ത് സവോള 2 സ്പൂൺ പൊടിയായി അരിഞ്ഞത്, പച്ചമുളക് 1 സ്പൂൺ, ക്യാരറ്റ് പൊടിയായി അരിഞ്ഞതും അത് കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി ഒന്ന് ചുമന്ന് വരുമ്പോൾ മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചത് അത് കൂടെ ഇട്ട് രണ്ട് തണ്ട് കരിവേപ്പില അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊറോട്ട അതിലേക്കിട്ട് വെക്കും. പാകത്തിന് ഉപ്പും ചേർത്ത്. പൊറോട്ടയ്ക്ക് ഉപ്പ് ഇടുന്നത് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടാൽ മതി. ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് ലേശം ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം.
ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എല്ലാവർക്കും അത് ചിലപ്പോൾ ടേസ്റ്റ് പറ്റിയെന്ന് വരില്ല. ഞങ്ങൾ എന്തായാലും ഒരു ശകലം ഇട്ടു. വേണ്ടുന്നവർക്ക് വേണമെങ്കിൽ മുട്ട പൊരിച്ച് ഇതിൻ്റെ കൂടെ ഇടാം. ചിക്കൻ വേവിച്ച് പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതിൽ സോയ ബീൻസ് അതേമാതിരി തന്നെ നമുക്ക് സോയ ഉണ്ടാക്കി അതിനകത്തിടാം. എന്ത് വേണമെങ്കിലും ഇതിൽ ചേർത്ത് നമുക്ക് എടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വേണ്ടത് ചേർത്തെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു സാധനമാണ്. സ്കൂൾ വിട്ടൊക്കെ കുട്ടികൾ വരുമ്പോൾ വേഗം ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് വരുവാണെങ്കിൽ കളയേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കിങ്ങനെ ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇതൊക്കെ നല്ലതാണ് കുട്ടികൾക്ക് കഴിക്കാൻ. എല്ലാ സാധനവും ഇതിൽ ചേരുന്നുണ്ട്. നമ്മുടെ പൊറോട്ട ഉപ്പുമാവ് റെഡിയായി. ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം.